നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. ഇതാരാ വരുന്നത്? സുമതി. എന്താ പവിയേട്ടാ? നോക്ക്, വിശ്വൻ. പവിത്രൻ സാറേ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതാര് വിശ്വനോ? നീ ഇരിക്ക്, കുടിക്കാൻ ചായയോ കാപ്പിയോ? അതൊക്കെ കുറച്ചു കഴിഞ്ഞ് മതി. എന്നാ പിന്നെ കുറച്ച് മോരും വെള്ളമായാലോ? അത് മതി. ഏതായാലും ചൂട് തുടങ്ങിയതല്ലേ. പവിത്രൻ സാർ, ഞാൻ വലിയ എക്സൈറ്റ്മെന്റിലാ. അതെന്തു പറ്റിയടോ? ഞങ്ങളുടെ കോളേജിന്റെ സുവർണ ജൂബിലിയാ ഈ വരുന്ന മാർച്ച് 15-ന്. അക്കാദമി പുരസ്കാരം കിട്ടിയതോടെ എല്ലാവർക്കും നിർബന്ധം പവിത്രൻ സാറിനെ മുഖ്യ അതിഥിയായി വിളിക്കണമെന്ന്. വിശ്വ, നീ സംഭാരം കുടിക്ക്. ഓ, എന്താ ചൂട്. ചേച്ചി ഇരിക്കേ, സാറിനെ ക്ഷണിക്കാൻ വന്നതാ. ചേച്ചി കൂടി വേണം സംസാരിക്കുമ്പോ. അല്ല, അതിപ്പോ ഞാൻ ഇതിലെന്താ അഭിപ്രായം പറയാനാ? എല്ലാം ഗുരുവും ശിഷ്യനും കൂടി അങ്ങ് തീരുമാനിച്ചോ? അതെ സുമതി, എന്താ ഇവൻ പറയുന്നത് മാർച്ച് 15-ന് കോളേജിലെ സുവർണ ജൂബിലിക്ക് മുഖ്യാതിഥി ആവണമെന്നാ. അയ്യോ, മാർച്ച് 15-ഓ? സമയമുണ്ടല്ലോ ചേച്ചി. അല്ല, പവിത്ര മാഷ് ലോക പ്രശസ്തനല്ലേ? എല്ലാ സാംസ്കാരിക ചർച്ചകളിലും നിറ സാന്നിധ്യം. കറകളഞ്ഞ പരിസ്ഥിതിവാദി. പ്രശസ്തിക്ക് ഇനി എന്ത് വേണം? അടുപ്പുകൂട്ടി ചർച്ചകളിലെ സ്ഥിരം ക്ഷണിതാവ് എന്നുകൂടി പറയാത്തത് എന്താ? അതുകൊണ്ട് റിട്ടയർ ചെയ്തിട്ടും ഫുൾ ടൈം തിരക്കില. അത് പിന്നെ എനിക്കറിയാലോ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണം, പ്രസംഗിക്കണം. അതെ വിശ്വ, ഞാൻ ഈ പണവും പ്രശസ്തിയൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ ചാനൽ ചർച്ചകൾക്കൊന്നും പോകുന്നത്. അറിയാലോ, സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടാ. പിന്നെ ഞാൻ എന്റെ പേന കൊണ്ട് ജീവിക്കുന്നവനാ. എനിക്ക് ആരുടെയും സൗജന്യം വേണ്ട. സാറിന്റെ ഈ നിലപാട് കൊണ്ടാണ് കോളേജിൽ ചീഫ് ഗസ്റ്റായിട്ട് ഞങ്ങൾ വിളിക്കാൻ പോകുന്നത്. പക്ഷെ മാർച്ച് 15-ന് എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അതെന്താ സാർ? അതെ വിശ്വ, ഞങ്ങള് രണ്ടുപേരും കൂടി മാർച്ച് 12-ന് മോന്റെ അടുത്തേക്ക് പോവാ. ചതിക്കരുത് സാർ, സാർ എന്തായാലും വരണം. വിശ്വ, താനെന്തായി പറയുന്നത്? എന്റെ വിശ്വ, ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ എന്നേ ബുക്ക് ചെയ്തതാ. അപ്പൊ സാറിന് എന്താ, ഞങ്ങളൊക്കെ മടുത്തോ? സത്യം പറഞ്ഞ അത് തന്നെയാ കാര്യം. എനിക്ക് മടുത്തടോ ഈ സാംസ്കാരിക പ്രവർത്തനം. അല്ല, സാർ എന്തൊക്കെയാ പറയുന്നത്? പവിയേട്ടൻ പറയണത് സത്യ വിശ്വ. മാസത്തിൽ 20 ദിവസമെങ്കിലും പ്രസംഗിക്കാൻ പോവും. പിന്നെ ചാനൽ ചർച്ചകൾ എപ്പോഴും തിരക്ക് തന്നെ തിരക്ക്. വിശ്വനറിയോ, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ഒരു വരി പോലും വായിച്ചിട്ടില്ല. സത്യമാണോ സാർ? 100% സത്യാണോ? ദിവസം മിനിമം 100 ഫോണെങ്കിലും വരും. പിന്നെ ഓൺലൈനിലും അല്ലാതെയുമുള്ള ജഡ്ജ്മെന്റുകൾ. മടുത്തടോ. കുറച്ചു കാലം കൂടി ഇവിടെ ജീവിച്ച ഞാനൊരു നിരക്ഷരനായി തീരും. ഉറപ്പാ. അല്ല വിശ്വ, നിനക്കറിയാത്തതല്ലോ, ഈ പവിയേട്ടൻ ചെണ്ടപ്പുറത്ത് കോലിടുന്നോടത്ത് മുഴുവനും പോവും. എന്നിട്ട് ചോദിച്ചാ പറയണതോ സുഹൃത്തുക്കള് വിളിച്ചിട്ടാ എന്നൊക്കെ. പിന്നെ ഈ സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ? റിട്ടയർ ചെയ്ത പാട്ട് കേൾക്കണം, ഒരുപാട് യാത്രകൾ ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. മര്യാദയ്ക്ക് വീട്ടിലൊരു നേരത്തെ ഭക്ഷണത്തിന് പോലും ആളെ കിട്ടില്ല. അല്ല, പേരക്കുട്ടികളെ നോക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പണ്ട് കോളേജിൽ പ്രസംഗിച്ചത് പവിത്രൻ സാർ തന്നെയല്ലേ? അതിനെ എന്റെ മകൻ സുധിയുടെ കുട്ടികളെ നോക്കാനല്ല ഞങ്ങൾ പോണത്. അത് മുഖവിലേക്ക് എടുക്കാമോ ചേച്ചി? സത്യവിശ്വ, സുധിയുടെ മക്കളൊക്കെ വലുതായി. ഓ, ജോലി ചെയ്യുന്ന പുതുതലമുറക്കാർ വരെ ബോറടിക്കുമ്പോ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാറില്ലേ? ഓ, അങ്ങനെ. പ്രസംഗമൊന്നും ഇപ്പൊ ആർക്കും വേണ്ടടോ. എഴുത്തുകാർക്ക് ഇന്നത്തെ കാലത്ത് അഭിപ്രായം പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാ. എന്തെങ്കിലും തുറന്നു പറഞ്ഞാ തീർന്നു. അപ്പോ പിന്നെ സൈബർ ആക്രമണം, സോഷ്യൽ മീഡിയ പ്രചരണം, ട്രോളുകളും റീലുകളും. ഒരു രക്ഷയില്ല. പിന്നെ അതൊക്കെ ശരി തന്നെയാ. അല്ല, സാറ് UK പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ആവുമ്പോഴേ സ്വസ്ഥമായിട്ടിരിക്കാലോ. നോക്ക്, കഴിഞ്ഞ അക്കാദമി അവാർഡ് കിട്ടിയതിന്റെ ബാക്കി പത്രമാ ആ മുറി നിറയെ പൊന്നാടകള്, ഫലകങ്ങൾ. എന്റെ വിശ്വ, ഇതൊക്കെ തുടച്ചു ഞാൻ മടുത്തു. എന്നാ പിന്നെ ഈ പൊന്നാടയ്ക്ക് പകരം പുസ്തകങ്ങളെങ്കിലും തന്നൂടെ? അല്ല, പുസ്തകം കിട്ടിയിട്ട് എന്താ പവിയേട്ടാ, വായിക്കാൻ എവിടെയാ സമയം? ഈ പഠിക്കാൻ പോയതിന് പകരം വല്ല രാഷ്ട്രീയത്തിലും ഇറങ്ങിയാൽ മതിയായിരുന്നു. അത് എനിക്കും തോന്നാറുണ്ട്. PSC മെമ്പർമാർക്കൊക്കെ ഇപ്പൊ എന്താ ശമ്പളം? ഇനിയും കൂട്ടാൻ പോവല്ലേ? അല്ല പവിയേട്ടാ. എന്താ സുമേ? രാഷ്ട്രീയത്തിൽ നിക്കല് എളുപ്പാന്ന് വിചാരിച്ചോ? എന്തെങ്കിലും വായെന്ന് വീണ കഴിഞ്ഞു. അത് ശരിയാ. അപ്പൊ പിന്നെ സാറും സുമചേച്ചിയും 6 മാസം ടൂർ അടിക്കന്നെ നല്ലത്. ആരും പേടിക്കണ്ടല്ലോ. അത്രയും ശബ്ദമലിനീകരണമെങ്കിലും കുറയല്ലോ നാട്ടുകാർക്ക്.
എനിക്ക് ട്രോഫികളും ഷീൽഡുകളും പൊടി തട്ടലും കുറയും. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ്, ശ്രുതി. ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.